ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. ലൈഫ് ഈസ് PSC കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം ജൂൺ 15 നടക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞല്ലോ. ആ പരീക്ഷയ്ക്കായി 90 ദിവസത്തേക്കുള്ള ഒരു ടൈം ടേബിൾ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ലൈഫ് ഈസ് PSC കോച്ചിങ്ങിൻ്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ ആ ടൈം ടേബിളിൻ്റെ PDF-ഉം ലഭിക്കുന്നതാണ്. ഈ ടൈം ടേബിൾ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിൻ്റെ ടൈം ടേബിൾ കൂടി ആവശ്യപ്പെടുകയുണ്ടായി. VOയുടെ ടൈം ടേബിൾ വീഡിയോ മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്ന് മുതൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി വിഷയാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ സുപ്രീം കോടതിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായി ഒരു കാര്യം, ഈ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. സുപ്രീം കോടതി ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ കോടതി, ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ, ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നെല്ലാം അറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28-നാണ്. ഇന്ത്യയിൽ സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28. സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പുകളാണ് ആർട്ടിക്കിൾ 124 മുതൽ 147 വരെ. സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സുപ്രീം കോടതിയുടെ പിൻകോഡ് 110201 ആണ്. സുപ്രീം കോടതിയുടെ പിൻകോഡ് 110201. ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ ആർട്ടിക്കിൾ 124 മുതൽ 147 വരെയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ ആർട്ടിക്കിൾ 124 സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 124 എന്നാൽ രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ ഉപദേശം തേടുന്നൊരു ഭരണഘടനാ വകുപ്പുണ്ട്. അത് ആർട്ടിക്കിൾ 143 ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി സ്ഥാപിതമായത് 1774 കൽക്കട്ടയിലാണ്. ഇത് സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി സ്ഥാപിതമായത് 1774 അത് കൽക്കട്ടയിൽ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുന്ന കോടതി സുപ്രീം കോടതിയാണ്. അടുത്തത് സുപ്രീം കോടതിയുടെ അധികാരങ്ങളാണ്. പ്രധാനമായും 3 അധികാരങ്ങളാണ് സുപ്രീം കോടതിക്കുള്ളത്. അതിൽ ഒന്നാമത്തേത് ആദ്യ നിയമാധികാരങ്ങൾ അഥവാ ഒറിജിനൽ ജൂറിസ്ഡിക്ഷനാണ്. ഒരു പ്രശ്നത്തിൻ്റെ പരാതിയുമായി സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാനുള്ള പൗരൻ്റെ അവകാശത്തെയും അതിൽ ഇടപെട്ട് പരിഹാരം കാണാനുള്ള കോടതിയുടെ അധികാരവുമാണ് ആദ്യ നിയമാധികാരം. മൗലിക അവകാശങ്ങളുടെ ലംഘനം, സംസ്ഥാനങ്ങൾ തമ്മിലും കേന്ദ്രവും സംസ്ഥാനങ്ങൾ തമ്മിലുമുള്ള തർക്കം എന്നിവയാണ് ഈ ഗണത്തിലെ വിഷയങ്ങൾ. രണ്ടാമത്തത് അപ്പീൽ നിയമാധികാരമാണ്. കീഴ്ക്കോടതിയുടെ വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കാനുള്ള അവകാശമാണിത്. ഇന്ത്യയിൽ സിവിൽ ക്രിമിനൽ കേസുകളിൽ ഹൈക്കോടതി വിധിക്കെതിരെ പൗരന്മാർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ്. മൂന്നാമത്തേത് ഉപദേശ നിയമാധികാരമാണ്. പൊതുപ്രാധാന്യമുള്ള വിഷയങ്ങളിലോ നിയമപ്രശ്നമുള്ള കാര്യങ്ങളിലോ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയുടെ ഉപദേശം തേടാവുന്നതാണ്. ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 143. അടുത്തതായി സുപ്രീം കോടതിക്ക് മാത്രം കേൾക്കാൻ അധികാരമുള്ള തർക്കങ്ങളാണ്. ഇതും പ്രധാനമായി 3ആയി തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ തർക്കം കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ. 2
കേന്ദ്രവും സംസ്ഥാനവും ഒരു ഭാഗത്തും മറ്റൊരു സംസ്ഥാനങ്ങളോ മറുഭാഗത്തും വരുന്ന തർക്കങ്ങൾ. 3. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ. ഇനിയും പഠിക്കേണ്ടത് സുപ്രീം കോടതി ജഡ്ജിമാരെ കുറിച്ചാണ്. ഈ ചോദ്യങ്ങൾ തന്നെയാണ് PSC പരീക്ഷകളിൽ നിരന്തരം ചോദിച്ചു കാണാറുള്ളത്. സുപ്രീം കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം 31. ഈ 31 എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള എണ്ണമാണ്. 1950 സുപ്രീം കോടതി നിലവിൽ വരുമ്പോൾ ജഡ്ജിമാരുടെ എണ്ണം ചോദിച്ചാൽ അത് 8 എണ്ണം മാത്രമാണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിക്കുന്നത് ആരാണ്? അത് പാർലമെൻറ്റാണ്. പാർലമെൻറ്റിനാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം തീരുമാനിക്കാനുള്ള അവകാശമുള്ളത്. സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് നമുക്കറിയാം രാഷ്ട്രപതിയാണ്. എന്നാൽ പ്രധാനമന്ത്രി, നിയമമന്ത്രി, അറ്റോർണി ജനറൽ എന്നിവരുടെ ഉപദേശപ്രകാരമാണ് രാഷ്ട്രപതി സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജിയാകാനുള്ള യോഗ്യത എന്താണ്? പ്രധാനമായും ഇന്ത്യൻ പൗരൻ ആയിരിക്കണം. അപ്പോൾ സുപ്രീം കോടതി ജഡ്ജിയാകുന്ന വ്യക്തി നിർബന്ധമായും ഇന്ത്യൻ പൗരൻ ആയിരിക്കണം. ഹൈക്കോടതി ജഡ്ജിയായി 5 വർഷം അഥവാ ഹൈക്കോടതി അഭിഭാഷകനായി 10 വർഷം അഥവാ പ്രസിഡൻറ്റിൻ്റെ അഭിപ്രായത്തിൽ പ്രഗത്ഭനായൊരു നിയമജ്ഞൻ, ഇവയിൽ ഏതെങ്കിലും യോഗ്യത കൂടെ ഉണ്ടാവണം. അപ്പോൾ എന്താണ് സുപ്രീം കോടതി ജഡ്ജിയാവാനുള്ള നിർബന്ധമായുള്ള യോഗ്യത? അദ്ദേഹം ഇന്ത്യൻ പൗരനായിരിക്കണം. പിന്നീടുള്ളത് ഹൈക്കോടതി ജഡ്ജിയായി 5 വർഷം അഥവാ ഹൈക്കോടതി അഭിഭാഷകനായി 10 വർഷം സേവനമനുഷ്ഠിച്ചുള്ള ആളായിരിക്കണം. പിന്നെ പ്രസിഡൻറ്റിൻ്റെ കാഴ്ചപ്പാടിൽ പ്രഗത്ഭനായൊരു നിയമജ്ഞൻ ആണെങ്കിൽ അദ്ദേഹത്തെയും സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കാം. സുപ്രീം കോടതി ജഡ്ജിമാർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതി ജഡ്ജിമാർ രാജി സമർപ്പിക്കുന്നതും ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ്. അപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതും സുപ്രീം കോടതി ജഡ്ജിമാർ രാജി സമർപ്പിക്കുന്നതും ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ്. സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്ന നടപടിക്രമം അറിയപ്പെടുന്നത് ഇംപീച്ച്മെൻറ്റ് എന്ന പേരിലാണ്. സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്ന നടപടിക്രമമാണ് ഇംപീച്ച്മെൻറ്റ്. സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിക്കാൻ വേണ്ട പിന്തുണ 100 അംഗങ്ങളുടെ പിന്തുണയാണ്. സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ വേണ്ട പിന്തുണ 50 അംഗങ്ങളുടെ പിന്തുണയുമാണ്. സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം പാർലമെൻറ്റിൽ പാസ്സാകണമെങ്കിൽ വേണ്ട ഭൂരിപക്ഷം 3/2 ഭൂരിപക്ഷവുമാണ്. ഇത്തരത്തിൽ ആദ്യമായി ഇംപീച്ച്മെൻറ്റ് ചെയ്ത സുപ്രീം കോടതി ജഡ്ജി വി രാമസ്വാമിയാണ്. 1993 ജസ്റ്റിസ് വി രാമസ്വാമിയെ ആദ്യമായി ഇംപീച്ച്മെൻറ്റിന് വിധേയനാക്കുന്നത്. രാജ്യസഭ ആദ്യമായി ഇംപീച്ച്മെൻറ്റ് ചെയ്ത സുപ്രീം കോടതി ജഡ്ജി ആരെന്ന് ചോദിച്ചാൽ അത് സൗമിത്ര സെന്നാണ്. 2011 സൗമിത്ര സെന്നിനെ രാജ്യസഭ ആദ്യമായി ഇംപീച്ച്മെൻറ്റ് ചെയ്യുന്നത്. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ചിട്ടുള്ള ഏക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് M. ഹിദായത്തുള്ളയാണ്. അപ്പോൾ രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതല വഹിക്കേണ്ടത് ആരാണ്? സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസാണ്. ഇങ്ങനെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഏത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അത് M. ഹിദായത്തുള്ളയാണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? 65 വയസ്സാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ റിട്ടയർമെൻറ്റ് ഏജ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ശമ്പളം എത്രയെന്ന് ചോദിച്ചാൽ പുതുക്കിയ ശമ്പളം ചീഫ് ജസ്റ്റിസിന് 2,80,000 രൂപയും മറ്റ് ജഡ്ജിമാർക്ക് 2.5 ലക്ഷം രൂപയും ആണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ വ്യക്തി ഹരിലാൽ ജെ കെനിയ ആണ്.
ഇന്ത്യയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ വ്യക്തി ഹരിലാൽ ജെ കെനിയ. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? രഞ്ജൻ ഗഗോയി ആണ്. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ രഞ്ജൻ ഗഗോയി എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണെന്ന് ചോദിച്ചാൽ അത് 46ാമത്തെ ചീഫ് ജസ്റ്റിസാണ്. ഈ ഭാഗത്തു നിന്നും കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി ആരെന്ന്. KG ബാലകൃഷ്ണൻ. ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി. ഇദ്ദേഹം സുപ്രീം കോടതിയുടെ 37ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി YV ചന്ദ്രചൂഡാണ്. എന്നാൽ ഏറ്റവും കുറച്ചു കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി KN സിംഗ് ആണ്. ഇദ്ദേഹം 17 ദിവസം മാത്രമേ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പദവിയിൽ ഇരുന്നിട്ടുള്ളൂ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ ഇരുന്ന ശേഷം ഒരു സംസ്ഥാനത്തെ ഗവർണറായ ആദ്യ വ്യക്തി നമ്മുടെ കേരള ഗവർണർ P സദാശിവമാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ ഇരുന്ന ശേഷം ഉപരാഷ്ട്രപതിയായ ആദ്യ വ്യക്തി എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് M ഹിദായത്തുള്ള, മുഹമ്മദ് ഹിദായത്തുള്ള എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര്. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? അത് ഫാത്തിമ ബീവിയാണ്. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ഫാത്തിമ ബീവിയാണ്. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി P ഗോവിന്ദമേനോനാണ്. പാറക്കുളങ്ങര ഗോവിന്ദമേനോൻ എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര്. ഇത്തരത്തിൽ വിഷയാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഒത്തിരി ക്ലാസ്സുകൾ എൻ്റെ ചാനലിൽ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ലേണിംഗ് മെത്തേഡുകളും മോട്ടിവേഷൻ ക്ലാസ്സുകളും അതിലുപരി PSC ജില്ലാ ഓഫീസറുമായുള്ള ഇൻ്റർവ്യൂ തുടങ്ങിയ വീഡിയോകളും ഈ ചാനലിൽ ഉള്ളതാണ്. ഇത് കാണുന്നതിനായി നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ ഇടതുവശത്തായി ലൈഫ് ഈസ് PSC കോച്ചിങ്ങിൻ്റെ എംബ്ലം കാണും. ആ എംബ്ലത്തിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലൈഫ് ഈസ് PSC കോച്ചിങ് എന്ന ചാനലിലേക്ക് പ്രവേശിക്കാവുന്നതും അതിലെ വീഡിയോ പ്ലേ ലിസ്റ്റിൽ നിന്നും മറ്റും ഒക്കെ വ്യത്യസ്തങ്ങളായ വീഡിയോകൾ കാണാവുന്നതുമാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി വിഷയാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ക്ലാസ്സുകൾ തുടർന്ന് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.